നമസ്കാരം, മഷിത്തണ്ടിലേക്ക് സ്വാഗതം. കുറേ കാലമായി നമ്മൾ ഒരു ബ്രീത്തിങ് എക്സസൈസിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ട് നമ്മൾ ബ്രീത്തിങ്ങിനെ കുറിച്ച് ഒത്തിരി വീഡിയോസ് ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ട്. ബോക്സ് ബ്രീത്തിങ്, 4-7-8 ബ്രീത്തിങ്, ഇങ്ങനെയുള്ള വീഡിയോസ്. ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കും. അതുപോലെ തന്നെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ബ്രീതിങ് എക്സസൈസിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് മാനസിക പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും വിഷാദവും എല്ലാം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലിപരമായും നമ്മുടെ ഭക്ഷണ രീതികളാലും നമ്മുടെ ജീവിത ചുറ്റുപാടുകളാലും ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നു. പക്ഷേ ഈ കാരണങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അതിനെ തരണം ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ ഒരേ ഒരു പോംവഴി. അതിനു വേണ്ടിയിട്ട് പല പല ടെക്നിക്കുകൾ ഉണ്ട്. അതിലൊരെണ്ണമാണ് ബ്രീതിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ആദ്യമേ സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കുക. നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യപ്രദം അവിടെ നിങ്ങൾക്കിരിക്കാം. നിങ്ങൾക്ക് കസേരയിൽ ഇരിക്കുന്നതാണ് സൗകര്യപ്രദമെങ്കിൽ അവിടെ ഇരിക്കാം. നിങ്ങൾക്ക് തറയിലിരിക്കുന്നതാണ് സൗകര്യപ്രദമെങ്കിൽ ഒരു മാറ്റ് വിരിച്ചിട്ട് നിങ്ങൾക്ക് തറയിൽ ഇരിക്കാം. നിങ്ങൾക്ക് എവിടെയാണോ അനുയോജ്യം അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ വലത് കൈ ഉയർത്തുക. നിങ്ങളുടെ വലത് കൈയിലെ തള്ളവിരൽ ഉപയോഗിച്ച് വലത് മൂക്ക് മൃദുവായി അടയ്ക്കുക. അതിനുശേഷം ഇടതു മൂക്കിലൂടെ ശ്വാസം സാവധാനം ശ്വസിക്കുക. ശേഷം ഇടതു മൂക്ക് പതുക്കെ മോതിരവിരൽ കൊണ്ട് അടച്ച് വലതു മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വലതു മൂക്കിലൂടെ മുഴുവനായും ശ്വാസം പുറത്തു വിട്ടതിന് ശേഷം വലതു മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശേഷം വലതു മൂക്ക് അടച്ച് ഇടതു മൂക്കിലൂടെ ശ്വാസം മുഴുവനായി പുറത്തേക്ക് വിടുക. ഇത് ഒരു സൈക്കിൾ ആയിട്ട് കണക്കാക്കാം. ഈ പരിശീലനത്തിൽ ഉടനീളം ശ്വാസോച്ഛ്വാസങ്ങളും മന്ദഗതിയിലാക്കാനും തുല്യവും സുഗമവും ആക്കാനും അനുവദിക്കുക. 3-5 മിനിറ്റ് ഇങ്ങനെ ചെയ്തതിന് ശേഷം സാവധാനം ശ്വാസം ഇടതുമൂക്കിലൂടെ വിട്ടുകൊണ്ട് അവസാന റൗണ്ട് പൂർത്തിയാക്കുക. ഉയർത്തിയ കൈ താഴ്ത്തുക. ഈ നിയന്ത്രിത ശ്വസന രീതി നിർത്തി സ്വാഭാവികമായി ശ്വസിക്കാൻ തുടങ്ങാൻ 1 നിമിഷം എടുക്കുക. ഈ ഒരു പരിശീലനത്തിന് ശേഷം നിങ്ങൾക്കൊരു മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റീസിലും കൂടി ഏർപ്പെടാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു പരിശീലനം നിങ്ങൾ ചെയ്തതിന് ശേഷം എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് പ്രകടമാകുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ശ്രദ്ധയോടെ നിങ്ങളുടെ ശ്വസനത്തെ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ വയർ വികസിക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ വയർ ചുരുങ്ങുന്നതും ഇതൊക്കെ വളരെ അധികം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുക. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക് തന്നെയാണ്. അതിനെക്കുറിച്ചൊരു ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇടുന്നതാണ്. ആ ഒരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ കാണാൻ മറക്കരുതേ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. മാത്രവുമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി നന്ദി.